അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് കർത്താവ് തന്ന 104 സങ്കീർത്തനം. വളരെ നീണ്ടുപോയ സങ്കീർത്തനമാണ്. സ്തോത്രം. എങ്കിലും അതിൽ വളരെ ശക്തമായ ആലോചനകളുള്ള ഒരു സങ്കീർത്തനമാണ്. 104 സങ്കീർത്തനം 1-ാം വാക്യം വഴി, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് മഹത്വവും തേജസ്സും ധരിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ തേജസ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളും അതുപോലെ ആയിത്തീരും. കർത്താവ് ചുഴലിക്കാറ്റിലും പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ്. ഹോരേബിൽ മോശയ്ക്ക് ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ്, സ്തോത്രം, നമ്മുടെ ദൈവം. മോശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മോശ ഒളിച്ചോടിയതാണ്. ഭയപ്പെട്ട്, ശക്തനായ മോശ ഭയപ്പെട്ട് ഓടി ഹോരേബിൽ പോയി വാസ്തവത്തിൽ ഒളിച്ചിരിക്കുന്ന പോലെ ഇരുന്നാണ്. എന്നാൽ ദൈവം അവിടെ തേടിച്ചെന്നു. എത്ര വർഷം കഴിഞ്ഞ്? 40 വർഷം കഴിഞ്ഞിട്ട് 80-ാമത്തെ വയസ്സിലാണ് ദൈവം മോശയെ തേടിച്ചെന്ന്. ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട്. ദൈവം അവിടെ ഒരു നമുക്ക് കഷ്ടവും പ്രയാസവും ഒക്കെ വരുമ്പോൾ, പ്രയാസങ്ങൾ പ്രതികൂലം വരും, നമ്മൾ വിചാരിക്കും ദൈവമേ നീ മറന്നുപോയോ എന്ന്. ദൈവം ഒരിക്കലും മറന്നു പോകുന്നില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പരീക്ഷ ഘട്ടത്തിലാണ്, നമ്മളെ ഒരു പരീക്ഷയിൽ. കാരണം മോശയ്ക്ക് പിന്നെയും 40 വർഷം മരുഭൂമിയിൽ നടക്കേണ്ട ട്രെയിനിങ് പീരീഡാണ്. അതിനുവേണ്ടി ശോധനകളും പരീക്ഷകളും പരിശോധനകളൊക്കെ അവിടെ സഹിച്ചു 40 വർഷക്കാലം യിത്രോവിന്റെ ഭവനത്തിൽ പാർക്കുമ്പോഴാണ് ദൈവം അഗ്നിജ്വാലയിൽ, സ്തോത്രം, ഉൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായത്. സ്തോത്രം. ദൈവം അവിടെ നിന്നാണ് മോശയെ ശക്തീകരിച്ച് വിളിച്ചു വേർതിരിച്ചത്. ദൈവം കരുതുന്ന ദൈവമാണ്. നമ്മളുടേതായ ആവശ്യങ്ങളിൽ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. നമ്മളെ കരുതുന്ന ദൈവമാണ്. അതായത് ഹാഗാർ, സ്തോത്രം, അബ്രഹാമിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടു മരിക്കുവാൻ വേണ്ടി. കുഞ്ഞുമായിട്ട് മരിച്ചാൽ മതി എന്നുള്ള ആ ഒരു പ്രയാസത്തിൽ അവിടുന്ന് ബെർശേബ മരുഭൂമിയിലേക്ക് പോയി. എന്നാൽ ദൈവം അവിടെ കരുതുന്നു. അവൾ മരിക്കാതിരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി വെള്ളം അവിടെ ഒരു ഉറവ തുറന്നു വെച്ചിരിക്കുകയാണ്. ഉറവ തുറന്നു വെച്ചിട്ടാണ് ദൈവം അവിടെ അവിടെ പുറപ്പെടുമ്പോഴേ ഒരു ഉറവ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അവള് മരിക്കുവാൻ പാടില്ല. സ്തോത്രം. ഇസ്മായിലിനെ കരച്ചിൽ കേട്ടു. ദൈവം അവിടെ ഉറവ തുറന്നു. ആ കരുതുന്ന ദൈവമാണ്. സ്തോത്രം. അത് നമുക്കറിയാം. അബ്രഹാമിനെ 100-ാം വയസ്സിലുണ്ടായ കുഞ്ഞാണ്, മകനാണ് ഇസാക്ക്. ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം, സ്തോത്രം, ദൈവത്തിന്റെ അത്ര ശക്തനായ വചനം അരുളപ്പാട് കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാം അബ്രഹാം. എന്നാൽ അബ്രഹാം മകൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ, മകൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് സ്നേഹം കുറഞ്ഞു പോയോ എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടായി. സ്തോത്രം. അതുകൊണ്ടാണ് നിന്റെ ജാതനായ പുത്രനെ യാഗം കഴിയുവാൻ മോറിയ മലയിലേക്ക് ദൈവം മോറിയ മലയിൽ പോയി യാഗം കഴിക്കുവാൻ പ്രഖ്യാപിക്കുകയാണ്. പൈതലുമായി മോറിയ മലയിലേക്ക് പോകുമ്പോൾ, സ്തോത്രം, ഒരിക്കലും, സ്തോത്രം, അബ്രഹാം തൻ്റെ സ്നേഹിക്കുന്ന മകനെ കൊടുക്കുമോ എന്ന് ദൈവം പരീക്ഷിക്കുകയാണ്. എന്നാൽ അവിടെയും കരുതുന്ന ദൈവമാണ്. അവിടെ ഇവർ മലയുടെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ മോറിയ മലയിൽ കയറുമ്പോൾ ഒരു സൈഡിൽ കൂടി ദൈവം ഒരു ആട്ടുകൊറ്റനെ അങ്ങോട്ട് കയറ്റിവിടുന്നുണ്ട്. സ്തോത്രം. അത് ദൈവം കരുതുന്ന ദൈവമാണ്. നമ്മൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും, നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ, എൻ്റെ ദൈവമേ നീ കാണുന്നില്ലേ, എൻ്റെ ഈ കഷ്ടത കാണുന്നില്ലേ, എൻ്റെ ഈ കടഭാരം കാണുന്നില്ലേ, എൻ്റെ ഈ നിരാശ കാണുന്നില്ലേ, എനിക്കൊരു നല്ലൊരു ജോലി കിട്ടുന്നില്ലല്ലോ, എൻ്റെ മകന്റെ വിവാഹം നടക്കുന്നില്ലല്ലോ, എനിക്കൊരു സ്വന്തമായ വീടില്ലല്ലോ, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് വലയുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവം കരുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്. നമ്മുടെ ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന നമ്മളിൽ നിവൃത്തിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ച് മനസ്സിങ്ങനെ പലതിനെ കുറിച്ച് വ്യാകുലപ്പെട്ട് കലങ്ങും. എന്നാൽ ദൈവം കരുതുന്ന ദൈവമാണ്.
ഇവിടെ സ്തോത്രം മുൾപ്പടർപ്പിൽ സ്തോത്രം ഇയ്യോബിനെ ദൈവം പ്രതിഷ്ഠപ്പെടുകയാണ്. സ്തോത്രം അവിടെ സ്തോത്രം സകലതും നഷ്ടപ്പെട്ടു. മക്കള് 3 പെൺമക്കളും 7 ആൺമക്കളും നഷ്ടപ്പെട്ടു. 3000 ഒട്ടകവും 7000 ആടും 500 കഴുതയും 500 പെൺകഴുതിയും 500 കാളയും നഷ്ടപ്പെട്ടു. സകലം നഷ്ടപ്പെട്ടു. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഇയ്യോബ്, അതുകൂടാതെ ശരീരത്തിൽ മൊത്തം പരിക്കുകളാണ്, ചൊറിച്ചിലും എല്ലാമായിട്ട് വളരെ ഒന്നും പിറുവിറുത്തില്ല. ദൈവസഭ ശക്തിയോടെ പിന്നെയും ഇരുന്നു. ഭാര്യ എതിർത്തു, കൂട്ടുകാരെതിർത്തു, എല്ലാവരും തള്ളി പറഞ്ഞു. എന്നാൽ താഴ്മയോടെ സ്തോത്രം ഇരിക്കുന്ന ഹല്ലേലൂയ ഇയ്യോബ്, അവിടെ ഇയ്യോബിനോട് ദൈവം ചോദിക്കുകയാണ്. 77 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സ്തോത്രം അതിൽ പലതും ഞാൻ വായിക്കുന്നില്ല. അതിൽ ചിലത് പറയുന്നത് മഴയ്ക്ക് അപ്പനുണ്ടോ? സ്തോത്രം നമുക്ക് തമാശയായി തോന്നും. അങ്ങനെ എന്തെല്ലാം പല ചോദ്യങ്ങളുണ്ട്. അത് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. 77 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ചോദിച്ചു കഴിയുമ്പോൾ ഇയ്യോബ് പറയാണ്, അതിന്റെ 42-ാം അധ്യായം പറയുന്നു, അതിന് ഇയ്യോബ് യഹോവയുടെ ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. മക്കളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അസാധ്യമല്ല. ഇയ്യോബിന് ഇത്രയും നഷ്ടങ്ങൾ, ഇത്രയും കഷ്ടങ്ങൾ, ഇത്രയും പ്രയാസങ്ങൾ, ആടുമാടുകളെല്ലാം പോയത് പോട്ടെ, സ്വന്തം മക്കള് 10 മക്കളാണ് നഷ്ടപ്പെട്ടത്. അതിന് ദുഃഖം എങ്ങനെ സഹിക്കും? എങ്കിലും യഹോവ തന്നു, യഹോവ എഴുത്തു എന്ന് പറയുവാനുള്ള ഒരു ശക്തി ഇയ്യോബിനുണ്ടായി. സ്തോത്രം നമ്മുടെ ജീവിതത്തിലും ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ, ചെറിയ കഷ്ടങ്ങൾ വരുമ്പോൾ, സ്തോത്രം ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ദൈവം തരും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ഇവിടെ ഇയ്യോബ് സ്തോത്രം ദൈവസന്നിധിയിൽ ഇയ്യോബിന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബിന്റെ സ്നേഹിതന്മാരും അതിനുവേണ്ടി ദൈവം അവരോടും പറഞ്ഞു, നിങ്ങൾ അവരോട് പറഞ്ഞതിന് അവർ ക്ഷമ പറയണമെന്ന്. അതിന് താഴോട്ട് വായിക്കുമ്പോൾ 7 കാളകൾ 7 ആട്ടുകൊറ്റനെയും തന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുവന്നു ഹോമയാഗം കഴിപ്പാൻ. സ്തോത്രം ഹോമയാഗം കഴിച്ചു. അവരവിടെ ദൈവസന്നിധിയിൽ നിരപ്പാകുകയാണ്. കൂട്ടുകാരും നിരപ്പായി, ഇയ്യോബും നിരപ്പായി. സ്തോത്രം സകലരും നിരപ്പായി കഴിഞ്ഞപ്പോൾ ദൈവം ഇയ്യോബിന് സകലവും മടക്കി കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കണം, നമുക്ക് എന്തെങ്കിലും നിരപ്പ് ആകാനുണ്ടോ? ആരോടെങ്കിലും, കൂട്ടുകാരോടോ, ബന്ധുക്കളോടോ, മിത്രങ്ങളോടോ, സുഹൃത്തുക്കളോടോ, ഭാര്യയോടോ, ഭർത്താവിനോടോ നിരപ്പാനുണ്ടോ? നമുക്ക് ചിന്തിക്കുമ്പോൾ നിസ്സാരമാണത്. പക്ഷേ ദൈവസന്നിധി വലിയ കാര്യമാണ്. ഇയ്യോബിന്റെ ചിന്തിക്കുമ്പോൾ നിരപ്പാകുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. സ്തോത്രം അങ്ങനെ ഒന്ന് നിരപ്പാകുവാൻ നമുക്ക് കഴിഞ്ഞാൽ സ്തോത്രം ദൈവം നമ്മുടെ നഷ്ടപ്പെട്ട സകലതും മടക്കി തരും. സ്തോത്രം നമുക്ക് സ്തോത്രം മുമ്പുണ്ടായതെല്ലാം ഇരട്ടിയായി തരും. ഭവനം ജപ്തിയായി പോയെങ്കിൽ ആ ഭവനം കർത്താവ് നല്ലൊരു ഭവനം മടക്കി തരും. വാഹനം പോയെങ്കിൽ നല്ലൊരു വാഹനം മടക്കി തരും. സ്തോത്രം ഹല്ലേലൂയ. മക്കൾ നഷ്ടപ്പെട്ടെങ്കിൽ നല്ല മക്കളെ പിന്നെയും കർത്താവിന് തരുവാൻ കഴിയും. അങ്ങനെ സാമ്പത്തികമായും എല്ലാം കർത്താവ് നമുക്ക് തരും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. അതിന് നമ്മൾ നിരപ്പായാൽ കരുതുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതും. ഇയ്യോബിന് വേണ്ടി കരുതി. സ്തോത്രം അബ്രഹാമിന് വേണ്ടി കരുതി. ബെർശേബയിൽ ആഗാറിനും പൈതലിനും വേണ്ടി കരുതി. സ്തോത്രം അങ്ങനെ സ്തോത്രം നമുക്ക് വേണ്ടി കരുതുന്നതാണ്. പത്രോസ് ആണെങ്കിൽ സ്തോത്രം ദൈവത്തെ അറിഞ്ഞ് യേശുവിന്റെ കൂടെ നടന്നു. എന്നിട്ടും പത്രോസും പിന്മാറിപ്പോയി. സ്തോത്രം എന്നാൽ സ്നേഹവാനായ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പലവട്ടം ചോദിച്ചു, 3 വട്ടം. സ്തോത്രം പൊട്ടിക്കരഞ്ഞു, നെഞ്ചിൽ കൈവച്ചു. നമ്മുടെ കർത്താവ് നമ്മുടെ പിന്നിൽ നടക്കുകയാണ്. പിന്മാറി പോകുകയാണെങ്കിൽ പിന്മാറ്റത്തിൽ മക്കളെ ദൈവം നമ്മുടെ പിന്നിലുണ്ട്, നമ്മുടെ പുറകിലുണ്ട്. ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് നിലവിളിക്കുകയാണ്. സ്തോത്രം നമ്മളെ തേടി വരികയാണ്. സ്തോത്രം കടലിൽ ചുട്ട അടയുമായി മീനുമായി സ്തോത്രം കർത്താവ് കൂടെ ഇരുന്നവരെ വിളിച്ചു.
അതുപോലെ നമ്മളെയും വിളിക്കുകയാണ്, മടങ്ങി വാ, മടങ്ങി വാ, ദൈവത്തോട് കൂടുതലടുക്കുക, ദൈവത്തോട് കൂടുതലടുക്കുക എന്നുള്ള പ്രഖ്യാപനത്തോടെ സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചു.